നമസ്കാരം. അച്ചായൻസ് ഗോൾഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരമായി നമ്മൾ അച്ചായൻ ചെയ്യുന്ന, അതായത് ടോണി വർക്കച്ചൻ എന്ന് പറയുന്ന അച്ചായൻ ചെയ്യുന്ന ആതുര സേവനങ്ങളുടെ വീഡിയോകളൊക്കെയും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കൂടി, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ കൂടെയും ഒക്കെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഇന്നിപ്പം അദ്ദേഹത്തിന് എതിരായി ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: ക്രിട്ടിക്കൽ ടൈംസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് ഈ വാർത്ത വെളിയിൽ വിട്ടിരിക്കുന്നത്. നികുതി വെട്ടിപ്പ്, അച്ചാൻസ് ഗോൾഡിന് 1 കോടി രൂപ പിഴയിട്ട് GST വകുപ്പ്. ഈ ഒരു വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ രാത്രി 10 മണി വരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ GSTയുടെ റെയ്ഡ് ഉണ്ടായി എന്നും അദ്ദേഹം GST അടയ്ക്കാത്തതിനാൽ 1 കോടി രൂപ അവർക്ക് പിഴയിട്ടു എന്നും ഒരു കാര്യം അറിയാൻ സാധിച്ചു. പക്ഷെ ഞാൻ കുറെ ചാനൽ വഴിയും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ നോക്കിയിട്ടും ഈ വാർത്ത കണ്ടില്ല. ആകെപ്പാടെ കണ്ടത് ക്രിട്ടിക്കൽ ടൈംസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ന്യൂസിൽ കൂടിയാണ് ഈ വാർത്ത കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയപ്പോൾ അദ്ദേഹം നിരവധി ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ, അദ്ദേഹത്തിന്റെ ഓഫീസുകളിലൊക്കെ തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് ഒരു പൊതി ചോറ് വാങ്ങിക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറ് വിതരണവും അദ്ദേഹത്തിന്റെ ഓഫീസ് വഴി അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെ അനവധി ആതുര സേവനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ആളുടെ ഭാഗത്തു നിന്നും GST വകുപ്പ് അദ്ദേഹത്തിന് 1 കോടി രൂപ പിഴയിടുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാൾക്കായിരുന്നു എങ്കിൽ അത് വലിയ വാർത്തയായേനെ. അത് മാത്രമല്ല, വളരെ നെഗറ്റീവായ രീതി രാഷ്ട്രീയക്കാരൊക്കെയും അതിനെ വലിയ വാർത്തയാക്കി മാറ്റിയേനെ. പക്ഷെങ്കിൽ അത് അച്ചായനായതുകൊണ്ട്, അദ്ദേഹം നാടിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ അതൊരു വാർത്തയായില്ല. ഒരു ഓൺലൈൻ ന്യൂസ് വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും മുഖ്യധാര വാർത്താ ചാനലുകൾ വഴിയും പത്രങ്ങൾ വഴി അടക്കം ഒരു വാർത്ത പോലും വന്നില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണോ അതോ അദ്ദേഹത്തിന്റെ പരസ്യങ്ങൾ മൂലം വരുമാനം ലഭിക്കുന്ന ഓൺലൈൻ ചാനലുകളും മറ്റ് മുഖ്യധാര വാർത്താ ചാനലുകളും അദ്ദേഹത്തെ പിണക്കണ്ട എന്നും കരുതി വാർത്ത കൊടുക്കാതിരുന്നതാണോ എന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അദ്ദേഹത്തിന്റെ മറ്റ് വീഡിയോകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേന് നമുക്ക് കാണാനിടയായ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ, ആഡംബര കാറുകൾ, പോർഷെ, ഹമ്മർ തുടങ്ങി BMW അങ്ങനത്തെ വലിയ വാഹനങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചു വരുന്നത്. ഈ വാഹനങ്ങളൊക്കെ തന്നെ കേരള രജിസ്ട്രേഷൻ അല്ല. പണ്ട് സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ പോയൊരു വാഹനം, അദ്ദേഹത്തിന്റെ ആഡംബര കാർ രജിസ്റ്റർ ചെയ്തപ്പോൾ അത് നമ്മുടെ ചാനലുകളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഓരോ നടന്മാരും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതൊക്കെയും വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ടോണി വർക്കിച്ചൻ അദ്ദേഹം എടുത്ത ആഡംബര കാറുകൾ, ലക്ഷങ്ങൾ കോടികൾ വില വരുന്ന അദ്ദേഹത്തിന്റെ ആഡംബര കാറുകൾ കേരളത്തിലല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലാണ്. ഇങ്ങനെയുള്ള ഓരോ സംസ്ഥാനങ്ങളിലുമാണ് അദ്ദേഹത്തിന്റെ ആഡംബര കാറുകൾ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും ഈ GSTക്ക് പണം അടയ്ക്കാത്തത് കൊണ്ട് GST വകുപ്പ് 1 കോടി രൂപ പിഴ അടച്ചു എന്ന വാർത്തയും കൂടെ കണ്ടപ്പോൾ അദ്ദേഹം ശരിക്കും സർക്കാരിനെ കബളിപ്പിക്കുകയാണോ എന്ന ഒരു സംശയം തോന്നി. ഒരുപാട് ആളുകൾക്ക്, നൂറുകണക്കിന് ആലംബഹീനരായ ആളുകളെ സഹായിക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് സർക്കാരിനെ പറ്റിക്കുന്നത്? അദ്ദേഹത്തെ നമ്മളൊരു നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. സമൂഹത്തിൽ നല്ല രീതിയിൽ ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെയും അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടുകൂടി, വളരെയധികം കാര്യത്തോടുകൂടി അദ്ദേഹത്തെ മാനിക്കുമ്പോൾ, അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ, അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ സർക്കാരിന് ലഭിക്കേണ്ടിയ തുക നൽകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അദ്ദേഹത്തിന്റെ ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്തു വന്നു. അത് വാർത്തയാകുന്നില്ല, അത് ആഘോഷിക്കപ്പെടുന്നില്ല. ആഘോഷിക്കപ്പെടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും സിനിമാ നടന്മാർ അവരുടെ വാഹനങ്ങളൊക്കെയും മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി പോണ്ടിച്ചേരി വാഹനം രജിസ്റ്റർ ചെയ്തു എന്ന് വലിയ ടാഗോടുകൂടി, വലിയ ഹെഡ്ലൈനോടുകൂടി വാർത്തകൾ, ബ്രേക്കിംഗ് ന്യൂസ് ആയി പോലും ഓരോ ചാനലുകളിൽ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ വാർത്തകൾ വരാറുണ്ട്. അപ്പോൾ ടോണി വർക്കിച്ചന്റെ അച്ചാൻസ് ഗോൾഡിന്റെ ഉടമയായ ടോണി വർക്കിച്ചൻ, അദ്ദേഹത്തിന്റെ നിരവധിയായിരിക്കുന്ന വാഹനങ്ങൾ, ലക്ഷങ്ങൾ കോടികൾ വില വരുന്ന അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ
കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാതെ മറ്റ് സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തത് നികുതി വെട്ടിക്കാൻ അല്ലേ? അതൊരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല. ഇനി കേരളത്തിൽ അധികം നികുതിയാണെങ്കിൽ സമൂഹത്തിൽ ഇത്രയേറെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന ശ്രീ ടോണി വർക്കിച്ചൻ എന്തുകൊണ്ടത് പബ്ലിക്കിലേക്ക് പറയുന്നില്ല? ശ്രീ ടോണി വർക്കിച്ചൻ, താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഈ വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ രജിസ്റ്റർ ചെയ്ത് എന്തിനാണ് എന്ന് പറയണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അധിക നികുതി, അധിക ടാക്സ് ആണ് എന്ന ഒരു സംഭവം നിങ്ങൾക്കത് ജനങ്ങളിലേക്ക് പറയാൻ സാധിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത്? നിങ്ങളുടെ ബിസിനസ്സിനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യും എന്ന ഭയമാണോ? നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കും, പക്ഷെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ കാര്യം പുറത്തു പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അധികം ആഡംബര വാഹനങ്ങൾ, ഞാനത് ഈ വീഡിയോയ്ക്കൊപ്പം ചേർക്കുന്നുണ്ട്, ഈ ആഡംബര വാഹനങ്ങൾ നിങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അറിയണമെന്നൊരു ആഗ്രഹം എന്തുകൊണ്ടാണ് എന്ന്. നമ്മുടെ സർക്കാരിന്റെ പിടിപ്പുകേട്, നമ്മുടെ സർക്കാർ ജനങ്ങളെ ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സംരംഭകർ, ഇതുപോലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയ ലക്ഷങ്ങൾ വരുന്ന തുക മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അദ്ദേഹം ഇത് പറയുകയാണെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കപ്പെടും, ഇതൊരു ചർച്ചാ വിഷയമാക്കും. അത്രയേറെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് ശ്രീ ടോണി വർക്കിച്ചൻ. അതുമാത്രമല്ല, ഈ തുക നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുമായിരുന്നു എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഭയങ്കര നേട്ടങ്ങൾ ഉണ്ടായേനെ. അവർ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും ഇത് ഓടിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കൂടിയാണ്, കേരളത്തിലെ റോഡിൽ കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത്. പെട്രോൾ അടിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിലെ കാശ് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പോലും പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു തുകയായിരുന്നു. അത് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കേരളത്തിന് സർക്കാരിന് ലഭിക്കേണ്ട ഒരു തുകയായിരുന്നു, അത് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അദ്ദേഹത്തിന്റെ ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ അടിയിൽ പല കമന്റുകളും വന്നെന്നിരിക്കാം. എന്നെ തെറി പറയാനും എന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ കമന്റുകൾ ഇട്ടുകൊണ്ട് എന്റെ ഈ വീഡിയോയ്ക്കടിയിൽ വന്നെന്നിരിക്കാം. എങ്കിലും പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ സർക്കാരിന് ലഭിക്കേണ്ട ഈ ലക്ഷക്കണക്കിനായി വരുന്ന തുക അത് നിങ്ങൾ മറ്റ് സംസ്ഥാനത്തിന് കൊണ്ടുപോയി കൊടുത്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഭാഗമാകേണ്ടിയിരുന്ന നിങ്ങളുടെ ഈ തുക മറ്റ് സംസ്ഥാനത്തിന്റെ വികസനങ്ങളിലേക്ക് പോയി. നിങ്ങൾ നമ്മുടെ നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും തെറ്റുകൾ കണ്ടാൽ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കണം, തെറ്റായി സമ്മതിക്കുകയും ചെയ്യണം. നമ്മുടെ നാട്ടിൽ വാഹനം രജിസ്റ്റർ ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ആർജവത്തോടു കൂടി പറയണം. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മുടെ നാടിന് ലഭിക്കേണ്ട, നമ്മുടെ സർക്കാരിന് ലഭിക്കേണ്ട ഈ തുക നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് നൽകിയത്? അതുപോലെ തന്നെ GST, എന്തുകൊണ്ടാണ് നിങ്ങൾ GST അടയ്ക്കാതിരുന്നത്? അത് നിങ്ങൾ GST വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ അത് കുറെ കാലമായിട്ട് അടയ്ക്കാതിരുന്നതിനാൽ ആയിരിക്കുമല്ലോ നിങ്ങളുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതും നിങ്ങൾക്ക് 1 കോടി രൂപ പിഴ കിട്ടുന്നു. നീ ഈ വാർത്ത തെറ്റാണ് എങ്കിൽ ഈ ക്രിട്ടിക്കൽ ടൈംസ് എന്ന് പറയുന്ന ഈ ന്യൂസിനെതിരെ ഒരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യണമായിരുന്നു. ഈ ഒരു ക്രിട്ടിക്കൽ ടൈംസ് എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശ്രീ ടോണി വർക്കിച്ചൻ, താങ്കൾ ഇനി എടുക്കുന്ന വാഹനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് വേണം എടുക്കാൻ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇനിയും നിങ്ങളുടെ സ്ഥാപനത്തിന് എതിരെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ, നിയമപരമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും അത് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളുടെ ആ ഒരു നല്ല മുഖം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ആ നല്ല മുഖം നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് മാക്സിമം ഒഴിവാക്കുക. ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വ്യക്തിപരമായി നിങ്ങളെ താല്പര്യമുള്ള ആളാണ്. ഞാൻ നിങ്ങളുടെ വീഡിയോകൾ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ സർക്കാരിന് ലഭിക്കേണ്ട തുകകൾ, സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുകകൾ അത് നിങ്ങൾ അടച്ചേ മതിയാവത്തുള്ളൂ. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിലേക്ക് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. സ്വാഭാവികമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ചോദിക്കും, വലിയ കൊമ്പത്തിരിക്കുന്ന ആളായതുകൊണ്ടല്ലേ അത് വാർത്തയാവാഞ്ഞത്? എന്നെ പോലുള്ള ഒരു സാധാരണക്കാരൻ ഇത്തരത്തിൽ പെരുമാറുകയായിരുന്നെങ്കിൽ അത് വലിയൊരു വാർത്തയായേനെ. എന്റെ ബിസിനസിനെ തന്നെ
തകർത്ത് കളയുന്ന രീതിയിലുള്ളൊരു വലിയ വാർത്തയാക്കി അത് മാറ്റിയേനെ എന്ന് സാധാരണക്കാരനായിട്ടുള്ള ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ ഒരു കാരണവശാലും അയാളെ തെറ്റു പറയാൻ സാധിക്കത്തില്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. സമൂഹത്തിലേക്ക് നല്ല സന്ദേശം നൽകുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുക, പിന്മാറുക. ഇനി നിങ്ങളുടെ വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വാഹനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സർക്കാരിന് നൽകേണ്ട തുകകളും സർക്കാരിന്റെ നിയമങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങളും നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യുക. നിങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. മന്ത്രിതലത്തിലും മന്ത്രിസഭാ തലത്തിലും ഒക്കെ രാഷ്ട്രീയ തലത്തിലും ഒക്കെ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾ തെറ്റായ രീതിയിൽ വിനിയോഗിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.